ഇത് വലിയ കുടലല്ലേ, അപ്പൊ അത് ചെറിയ പക്ഷെ വായി കഴുകിട്ട കൈയൊക്കെ കഴുകി അത് കാരണം കുഴപ്പമില്ല. രാവിലെ ചന്ത ഇടാൻ പറ്റുള്ളൂ, വൈകുന്നേരം ഇടാൻ പറ്റുമോ? ഹലോ, ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും നമസ്കാരം. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇവിടെ ഗ്ലെയർ അടിക്കുന്നത് ക്യാമറ ബാക്കിൽ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകും കേട്ടോ. സമയം ഏകദേശം 6:30 സമയം വൈകി ചായ കുടിക്കാൻ. അപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. ചായ തണുത്തു. ഞാൻ എപ്പം ഇങ്ങനെയാണ് ചായ കുടിക്കുകയാണെന്നുണ്ടല്ലോ, ഒരു ഹാഫ് ആൻ അവർ കണ്ട് ഞാൻ ചായ കുടിക്കുക. അതുവരെ ചായ വെറുതെ ഇങ്ങനെ കിടക്കും. പിന്നെ കുടൽ, ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കുടൽ. പക്ഷേ ഞങ്ങൾ പാലക്കാട് ഇത് കുടലെന്ന് പറയും, വേറെ അവിടെ ഇതെന്താ പറയുക ജസ്റ്റ് കമൻറ്റ് ചെയ്യണം, ഓക്കെ? അപ്പോൾ ഞാൻ ചായ കുടിച്ച ശേഷം വീഡിയോക്ക് വരാം, പക്ഷെ വീഡിയോയിലോട്ട് വരാം, ഓക്കെ? ആക്ച്വലി ആഫ്റ്റർ ലോങ് ടൈം ആക്ച്വലി എനിക്കുണ്ടല്ലോ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഈ വെയിൽ അത് ഇത് പിന്നെ ഭയങ്കര മടി വീഡിയോ എടുക്കാൻ, അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത്. ബട്ട് ഐ എം ട്രൈ ചെയ്യാം കേട്ടോ, എപ്പോഴും ഡെയിലി ഇടേ. പിന്നെ എൻ്റെ നഖം എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം, ഓക്കെ? വലിയ നഖം. ആക്ച്വലി ഇത് 90 കിഡ്സ് എന്ന് അറിയും, ഇപ്പോഴത്തെ കിഡ്സ് എനിക്ക് അറിയില്ല. 90 കിഡ്സ് ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ, ഇത് വലിയ കുടലല്ലേ, അപ്പം അത് ചെറിയ, പണ്ട് കാലത്ത് ചെറിയ കുടലാണ്. 5 വിരലിട്ടിട്ട് ഇങ്ങനെ കഴിക്കും. പക്ഷേ ഇപ്പം എനിക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ മുമ്പായിട്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റുമോ? അതുപോലെ ഇതിന് കഴിക്കാൻ പാടുമോ? എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലാന്ന്, ബട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, ഹായ് പറടി. ഇതെൻ്റെ ഫ്രണ്ടാണ്. ഇരുട്ട്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോവാണ്. ആക്ച്വലി അമ്പലത്തിൽ പോകുന്ന മുമ്പ് ഞാൻ ചായ കുടിച്ചു, പിന്നെ കുടൽ കഴിച്ചു. എന്തിനാവോ? ഒന്നുമില്ലല്ലോ, സത്യം കൂടാ ഒന്നുമില്ല. പക്ഷെ ഞാൻ വായി കഴുകിട്ട കൈയൊക്കെ കഴുകി, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഈവനിങ് വാക്ക് പോലെ ഉണ്ടായില്ലേ. ഇപ്പം അമ്പലം ഇവിടെ അടുത്തുള്ള, ഇവിടെ അമ്പലം കാണാനില്ല. അവള് ബാക്ക് കവർ ഇതൊക്കെ അമ്പലം കാണിക്കണം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോട്ടെ കേട്ടോ. ആഫ്റ്റർ ലോങ് ടൈമാണ് ഞാൻ ഇവളോട് വരുന്നത്. ഞാൻ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോലെ എല്ലാവരും നമ്മളത്ര നോക്കണം. ഓക്കെ, ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത്തിട്ട് വരാം. അമ്പലം കാണിച്ചാൽ ഞങ്ങളുടെ അവിടുത്തെ അമ്പലം ഇതാണ്. ഞങ്ങളുടെ അവിടുത്തെ ഗണപതി അമ്പലം. ഗെയിം കളിക്കുന്ന കുട്ടികൾ, മീൻസ് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം കേട്ടോ, അമ്പലത്തിൻ്റെ പോലെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്ത് വന്ന് കഴിഞ്ഞു. പക്ഷേ അമ്പലത്തിനുള്ള വീടെടുക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഞാൻ ചന്ദനം കിട്ടുട്ടാ. പക്ഷേ രാവിലെ ചന്ദനം ഇടാൻ പറ്റുള്ളൂ, വൈകുന്നേരം ഇടാൻ പറ്റുമോ? ഒന്നും അറിയില്ല, അമ്പലത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പ്രസാദം കഴിച്ചു, ചന്ദനം തന്നു, ചന്ദനം ഇട്ടു. അപ്പം ഞങ്ങൾ വീട്ടിൽ പോണം, വാക്കിങ് പോണം. പുറത്ത് നിൽക്കാ, കുട്ടീനെ നോക്കിയിട്ട് പുറത്ത് നിൽക്കുക. ആക്ച്വലി ക്യാമറക്കാരൻ എന്താ ചന്ദനം. ആക്ച്വലി ഇവളുണ്ടല്ലോ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് പറയാം. 1ാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെ? 4ാം ക്ലാസ് വരെ. അവിടെ നിന്ന് പിന്നെ അവള് ഇംഗ്ലീഷ് മീഡിയം പോയി, ഞാൻ മലയാളം മീഡിയം പോയി. നേപ്പാളിൽ പോയതൊന്നല്ല, ഇവള് ഇംഗ്ലീഷ് മീഡിയം പോയി, ഞാൻ മലയാളം മീഡിയം പോയി. അപ്പോൾ ഞാൻ രണ്ടുപേരും പിരിഞ്ഞു. വീണ്ടും അവൾ മലയാളം മീഡിയം വന്നു, അപ്പോഴേക്കും ഞാൻ വേറെ ക്ലാസ്സിലായി. അതിൻ്റെ കോമഡി സീൻ കുറേ കഥകളുണ്ട് കേട്ടോ ഞങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ അവൾ പുള്ളി പൊരിക്കാണ് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട്. അവൾ വന്നിട്ട് എന്താണ് കുട്ടീനെ നോട്ടോ, അവൾക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടീനെ നോക്കാൻ പോകണം. അപ്പോൾ ഞാൻ വെളിയിൽ നിൽക്കാം കേട്ടോ. ഈ സമയത്ത് ഞങ്ങൾ എപ്പോഴും പുറത്ത് ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി നിൽക്കും. അങ്ങനെ ഞങ്ങൾ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡ് ഇരിക്കാം കേട്ടോ. ആരെങ്കിലും റോഡിൻ്റെ സൈഡ് ഇരിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ? ആക്ച്വലി ഉണ്ട്, ഞങ്ങൾ ഇരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ ഫുള്ളും തിങ്ങിയിട്ടുള്ളൊരു ഏരിയ ആണല്ലേ. അപ്പോൾ കാറ്റ് വരാൻ കോളനി, അപ്പോൾ നിറയെ വീടുള്ളത് കാരണം കാറ്റ് കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആക്ച്വലി
ഇവളുടെ ഉണ്ടല്ലോ, ഇവളുടെ ഇവിടെ വന്ന് ഇവിടെയല്ല, പുതുശ്ശേരിയാണ്. പക്ഷെ അവള് സ്കൂൾ ലീവായ അതിന് വന്നതാണ്. അപ്പോൾ എനിക്കൊരു കമ്പനി, ഇനി ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയില്ല. വീട്ടിനുള്ളിൽ അത് അടക്കൊഴിയ എന്താ പറയുന്നത്, അടങ്ങി ഇങ്ങനെ ഇരിക്കും. മീൻസ് വീഡിയോ എടുക്കാൻ പുറത്ത് പോകുന്നല്ലാണ്ട് അതർവൈസ് പുറത്തൊന്നും വരില്ല. പക്ഷെ ഇവളിവിടെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 2 ദിവസമായിട്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് തെണ്ടുന്നുണ്ട്. അമ്മയെ നടി കിട്ടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, നല്ല പാട്ടുകാരിയാണ്. ആക്ച്വലി ഇവള് മ്യൂസിക് ടീച്ചറിനറിയോ, എന്ത് 2-3 സ്കൂളൊക്കെ പോകുന്നുണ്ട്. നല്ല എന്താ പറയുക, നന്നായി പാട്ട് പാടും. എന്താണ്, ഒന്നുമില്ല, എന്ത് സ്വകാര്യം പറയാണ്, എന്താണ് നല്ല പാട്ടുകാരിയാണ്. അപ്പോൾ 2 പാട്ട് പാടുത്താന്നല്ലേ, പാടത്തിലൂടെ ഇപ്പോൾ അവൾക്കിപ്പോൾ ഭയങ്കര നാണം. കാരണം അവൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ല, നല്ല മേക്കപ്പ് ചെയ്തിട്ടില്ല. ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഇട്ടില്ല. ഈ രാത്രി നേരത്തെ എവിടെ പോലും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ വീട്ടിലിരിക്കുന്ന ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. അവൾ കണ്ടില്ല എത്ര നല്ല കളർ, മെറൂൺ കളർ കണ്ടില്ലേ, ഇതിനവൾക്ക് നീട്ടില്ലാന്ന്. നമ്മളൊരു വീടൊക്കെ എടുക്കണമെന്ന് വിചാരിക്കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സ് പറയും ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ലടി, ഞാൻ മുടി ചീവിട്ടില്ലടി, ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ലടി വേണ്ടിട്ട്. ആക്ച്വലി അങ്ങനെയല്ല, ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടെടുക്കാണ്. അല്ലേ അല്ലേ അപ്പോൾ ഒരു ദിവസം നമുക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടി നമുക്ക് വീഡിയോ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പാട്ട് പാടിത്തരാം. അപ്പോൾ അവൾ പാട്ട് പാടിത്തരുന്നു. ഇപ്പം നീ പാട്ട് പാട്, പക്ഷെ ഫേസ് കാണിക്കണ്ട. 2 പേര് പാട്ട് പഠിക്കേക്കട്ടെ. അണ്ണാറ കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാവാ, ആ പാട്ട് പാട്ട്. പക്ഷെ ഞങ്ങളല്ലേ ചെറുപ്പത്തിൽ ഭയങ്കര എന്താ വികൃതി പറഞ്ഞു വെച്ചാ, നല്ല വികൃതി അല്ലേ. നീയല്ലേ ഞാനാ? ഞാനും അവളുടെ അനിയത്തി. ആക്ച്വലി ഇവളുടെ അനിയത്തിൻ്റെ പേര് രേഷ്മ, എൻ്റെ പേര് സോന, അവളുടെ പേര് ശ്രുതി അല്ലേ? ശ്രുതി. ആക്ച്വലി ഞങ്ങൾ ചെറുപ്പത്തിൽ ഭയങ്കര വികൃതി പറഞ്ഞാൽ വികൃതിൻ്റെ അങ്ങേ അറ്റമാണ്. ആക്ച്വലി ഞങ്ങളുണ്ടല്ലോ കുറേ നേരം ഇങ്ങനെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ചളി അടിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അവളുടെ അച്ഛൻ വന്നുകൊണ്ടില്ലേ, ഇതാണ് നമ്മുടെ ശ്രുതിയുടെ ഡാഡി. ഹായ് ഒരു അങ്കിൾ. ഹലോ. അപ്പോൾ ഇല്ലേ നമ്മുടെ അങ്കിൾക്ക് ഉണ്ടല്ലോ ഒരു ട്രാവൽസ് ഉണ്ട് കേട്ടോ, ശ്രീരാഗം തന്നെ ട്രാവൽസ്. ഞാൻ കാണിച്ചു തരാം, ബാക്കിൽ ബോർഡ് കണ്ടില്ലേ. അപ്പം ഞാൻ കാണിച്ചു കേട്ടോ, ഇവിടെ 24 hours അവൈലബിൾ ആണ്. ആർക്കെങ്കിലും കഞ്ചിക്കോട്, അതുപോലെ പുതുശ്ശേരി, പാലക്കാട് ഏത് സൈഡിലുള്ള ആൾക്ക് ആർക്കും ട്രാവൽസ് എന്തെങ്കിലും വണ്ടിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. എപ്പോഴും എന്താണ് ലഭ്യമാണല്ലേ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാറുണ്ട്, ഓട്ടോ ഉണ്ട്, എന്താണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഓക്കെ. ആക്ച്വലി ഞങ്ങളുണ്ടല്ലോ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ വണ്ടി വന്ന കാരണം വീഡിയോ പകുതിയിൽ നിന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട് മ്യൂസിക് ടീച്ചറാണെന്നുണ്ടല്ലേ, ശ്രീരാഗം സംഗീത വിദ്യാലയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കും പാട്ട് ക്ലാസ് ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അവളെ എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് അവളുടെ വണ്ടി. 2 കാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. ആക്ച്വലി ഇല്ലേ, ഇത് ശ്രുതിൻ്റെയും രേഷ്മിൻ്റെയും അച്ഛനാണ്. ചെറുപ്പത്തിൽ എനിക്ക് നല്ല പേടിയാണ്, കാരണം ചെറുപ്പത്തിൽ നല്ല ഡോണാണ്. അത് കാരണമാണ് ഞങ്ങൾ എങ്ങനെ മിരട്ടും എന്നറിയില്ലടി. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞ പിന്നെ നിങ്ങൾ ആരും വിളിക്കില്ല. ഇത് ഞങ്ങളുടെ ഏരിയയിൽ വീക്കെൻഡിൽ വരുന്ന പച്ചക്കറി വണ്ടിയാണ്. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കും. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പച്ചക്കറി എന്തൊക്കെയുണ്ട് നോക്കാം. നല്ല ഫ്രഷ് പച്ചക്കറികളാണ്. ആക്ച്വലി ഇത് കോളനിയിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുണ്ടല്ലോ എല്ലാവരും വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിലെ പൂജാരിയാണ്. ഹായ് സൊല്ലുങ്കപ്പാ. தமிழ்ல ஏதாவது சொல்லுங்க, 2 வாக்கு சொல்லுங்க. என்ன சொல்றது? ஏதாவது சொல்லுங்க. எல்லாரும் எப்படி இருக்கீங்க? சௌக்கியமா இருக்கீங்களா? ഓക്കേ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ആക്ച്വലി ഉണ്ടല്ലോ ഫസ്റ്റ് ഒക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കണപ്പോൾ എല്ലാവരും ഞാൻ തരാം. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഇനി വീട്ടിൽ കുറേ ചളി അടിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാമല്ലോ, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഇവിടെ സ്കൂൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. മ്യൂസിക് ടീച്ചർ ഞാൻ പണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പോയിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാം. ഓക്കെ. അത് എന്താണ് ആക്ച്വലി എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നോക്കും ഇങ്ങനെ.
അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ടാറ്റ ബൈ ബൈ സി യു. ഇനി സംസാരിച്ച് പോയിട്ടുണ്ടല്ലോ വളവളവളവളാന്ന് അവിടെ എത്തും, പഴയ സ്റ്റോറിയൊക്കെ എത്തും. അത് കാരണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. എന്താവും ബായ് പറയും. ഹായ് അല്ല ബായ് ബായ്. ബായ്. എന്റെ ഊരിൽ ബായ് ഇപ്പിടുക, ഞാൻ പിടുത പണുവേ അല്ലേ? നീ പറയടി ബായ്. ബായ് ബായ്.